ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വന്നാലോ. നമുക്ക് ഒരു പാൻ എടുത്തിട്ട്, അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന എന്ത് പാത്രമാണോ അതെടുത്തിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 10-12 വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ ആ റോ ഫ്ലേവറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും അതൊന്ന് മൊരിഞ്ഞൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു 5 സവാള, അതായത് 1 കിലോ 1.25 കിലോയോളം വരുന്ന ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. 5 മീഡിയം സവാള ഇതേപോലെ സ്ലൈസ് ചെയ്തെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ നമുക്ക് മൂടി വെച്ചാൽ ചിലപ്പോൾ വേഗം, അത് എപ്പോഴും ശ്രദ്ധിക്കണം, ഒരുപാട് തീ കൂട്ടി വെക്കരുത്. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക്, ഇപ്പോൾ ഞാൻ എരിവ് കുറവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 4 ഇട്ടത്. ചിലപ്പോൾ എരിവ് കൂടുതലാണെങ്കിൽ 2 മതിയാവും. മൂടി വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഏകദേശം പാതി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉപ്പിട്ടാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഗ്രേവി, അതായത് പൊടികളുടെയൊക്കെ ആ ഒരു റോ ഫ്ലേവർ മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ലോ ഫ്ലെയിലിട്ടിട്ട് ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലെത്തണം. ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു 3 തക്കാളി ഇതേപോലെ കട്ട് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ എടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇപ്പം നമ്മുടെ സവാള തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കനിലേക്ക് ഞാൻ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ചിക്കനിൽ നിന്ന് തന്നെ വരുന്ന വെള്ളത്തിലാണ് ഇത് വേകുന്നത്. കാര്യം കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് ചിക്കനിൽ നിന്ന് വെള്ളം വരുന്നത് കാണാൻ പറ്റും. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലാക്കി നമ്മൾ ടൈം എടുത്തിട്ട് വേവിച്ചെടുക്കാം. എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 3/4 മണിക്കൂറോളം മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, വളരെ കുറച്ച് മതി, പിന്നെ 1 ടേബിൾ സ്പൂൺ കടുകും ഇട്ട് ആ കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഉണക്കമുളക് അത് ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ കറിയിലേക്ക്, തയ്യാറായിരിക്കുന്ന ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് കുറച്ച് നേരം ഇത് മൂടി വെച്ചതിന് ശേഷം സെർവ് ചെയ്യാവുള്ളൂ. അപ്പോൾ ആ ഒരു ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങും. അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.